കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യാനെറ്റ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം, എത്ര വലിയ പ്രതിസന്ധിയും മറികടക്കാൻ ദിവസം ഈ 3 സ്തോത്രം 3 പ്രാവശ്യം ജപിക്കണം. 90 ദിവസമാണ് നമ്മൾ ജപിക്കുന്നത്. 90 ദിവസം കൊണ്ട് നമ്മുടെ പ്രതിസന്ധികളൊക്കെ മാറുമെന്നാണ് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് വ്യക്തമാകാൻ സാധിക്കുന്നത്. അതിബൃഹത്തായിട്ടുള്ള പൗരാണികമായിട്ട് ഒരുപാട് പേരിന്നും നല്ലൊരു ഭാഗം ആൾക്കാർക്ക് അറിയാവുന്ന സ്തോത്രങ്ങളായിരിക്കണം. ഇത് ജപിച്ചു പോരുന്നതാണ്. നമുക്കിത് ജപിക്കുന്നതോടൊപ്പം തന്നെ, അതായത് നമ്മുടെ മനസ്സ്, ശരീരം, നിൽക്കുന്ന സ്ഥലം, ഇത് 3 ശുദ്ധമാണെന്ന് കണക്കാക്കിയതിന് ശേഷം മാത്രമേ ഈ സ്തോത്രങ്ങൾക്ക് ജപിക്കാവൂ. നമ്മൾ ഈ സ്തോത്രങ്ങൾ ഒരു വാടക വീട്ടിൽ ജപിക്കാം. അന്യസമുദായത്തിൽപ്പെട്ടവരുടെ വീടായിരിക്കും, ചിലപ്പോൾ ആരെങ്കിലും മരണപ്പെട്ട വീടായിരിക്കും, ചിലപ്പോൾ അവിടുത്തെ എന്തെങ്കിലുമൊക്കെ ദോഷങ്ങളുള്ള ഭൂമിയായിരിക്കും. അവിടെ കയറി ജപിച്ചു കഴിഞ്ഞാൽ ഗുണം ചെയ്യില്ല. മദ്യപിച്ചിരിക്കുക, അല്ലെങ്കിൽ മത്സ്യമാംസം കഴിച്ചിരിക്കുക, ഈ അവസ്ഥയിലൊക്കെ അവിടെ ജപിച്ചു കഴിഞ്ഞാൽ അതിന് ഗുണം ഉണ്ടാകത്തില്ല. അവന് മറ്റു ദോഷങ്ങളൊന്നും ഇല്ല ഉറപ്പാക്കിയിട്ട് മാത്രമേ ജപിക്കാവൂ. എനിക്കൊരാളെ കാണണം, ഞാൻ ആ ആളുടെ വീഡിയോ വന്ന് നിൽക്കുക, എനിക്ക് ആ ആളിനെ കാണാനും ആ ആളിന് എന്നെ കാണാനും ഒരു മതിൽ നിൽപ്പുണ്ട്. ആ മതിൽ മാറ്റിയെങ്കിൽ എന്നെ കാണാൻ പറ്റുള്ളൂ. ഈശ്വരമായ ശക്തി നമ്മളിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മതിൽ പോലെ തടസ്സങ്ങളൊന്നും പാടില്ല. തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റണം കേട്ടോ. അപ്പൊ നമുക്ക് ആ 3 സ്തോത്രങ്ങളിലേക്കൊന്ന് കടക്കാം. ഒന്നാമത്തെയാണ് ഹനുമാൻ ചാലീസ സ്തോത്രം. ഹനുമാൻ ഭഗവാനെ പറ്റി എല്ലാവർക്കും അറിയാം അല്ലെ. വീരഹനുമാൻ, ശക്തിമാനായിട്ടുള്ള ഭഗവാനാണ്. അതായത് രുദ്രാവതാരം എന്ന് പറഞ്ഞ ശിവന്റെ അവതാരമായിട്ടാ ഹനുമാൻ സ്വാമിയെ പറയുന്നത്. ഹനുമാൻ സ്വാമിയുടെ ഒക്കെ ക്ഷേത്രങ്ങൾ ധാരാളം ഉണ്ട്. ഫോട്ടോ വാങ്ങിച്ചു വെച്ചിട്ട് ഭഗവാന്റെ വാലില് 84 ദിവസമായിട്ട് ഭഗവാന്റെ വാലിൽ പൊട്ട് തൊടുന്ന അതിന്റെയൊക്കെ എപ്പിസോഡൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. 84 ദിവസമായിട്ട് കുങ്കുമം, രക്തചന്ദനം, അതുപോലെ തന്നെ നെയ്യ് ഇതെല്ലാം ചേർത്ത് ഭഗവാന്റെ വാലില് ഹനുമാൻ ചാലിസ പൊട്ട് തൊടുന്നതിനെ പറ്റിയൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. പുറകോട്ട് നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പം അത് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അതുപോലെ ഹനുമാൻ ചാലിസ രാവിലെയാണ് കൂടുതൽ പ്രാധാന്യം ജപിക്കാനായിട്ട്. നെയ്വിളക്ക് കത്തിച്ച് വെച്ച് വേണം ഹനുമാൻ ചാലിസ ജപിക്കാനായിട്ട്. രണ്ടാമത് നമുക്ക് ശിവതാണ്ഡവ സ്തോത്രം. ഇപ്പം ശിവതാണ്ഡവ സ്തോത്രം പെട്ടെന്ന് എല്ലാവരും അറിയത്തില്ല. നമുക്ക് പല സിനിമകളിലൂടെ ഇപ്പം നമുക്ക് ചിലപ്പോൾ ഇതിലെ ചില വരികളെങ്കിലും ആരും കേട്ടിട്ടുണ്ടായിരിക്കും. ജടാകടാക സംഭ്രമം പ്രമഞ്ഞലിയും പനിർച്ചലി, അതൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പം ഇങ്ങനെയുള്ള ഈ സ്തോത്രമൊക്കെ നമുക്ക് ഗൂഗിളിലായാലും യൂട്യൂബിലായാലും ഒക്കെ സെർച്ച് ചെയ്താൽ ഓരോ വ്യക്തികളൊക്കെ പാടുന്ന ഒക്കെ ഉണ്ട്. അക്ഷരത്തെറ്റില്ലാതെ നമുക്ക് ഹനുമാൻ ചാലിസയും ഈ പറഞ്ഞ ശിവതാണ്ഡവ സ്തോത്രവും ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. ശിവൻ താണ്ഡവ സ്വരൂപത്തിൽ, അതായത് ശത്രുക്കളെ നിഗ്രഹിക്കാൻ നിൽക്കുക. ഹനുമാൻ സ്വാമിയുടെ ആണെങ്കിൽ ആ തടസ്സങ്ങളെ മാറ്റുന്നു, വായുവേഗ തടസ്സങ്ങളെ മാറ്റാൻ നിൽക്കുന്ന രൂപത്തിലുള്ളതാണ് ഹനുമാൻ ചാലിസ. നമുക്ക് ശിവതാണ്ഡവ സ്തോത്രം ശത്രു നിഗ്രഹത്തിനായിട്ട് ശത്രുക്കളെ സംഹരിക്കാൻ നിൽക്കുന്ന അവസ്ഥയിലാണ് ശിവതാണ്ഡവ സ്തോത്രം പറയുന്നത്. പിന്നെ ഗണേശ പഞ്ചരത്ന സ്തോത്രമുണ്ട്. ഗണേശ പഞ്ചരത്ന സ്തോത്രമൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മളിലേക്ക് എത്തിക്കാൻ ഗണപതി ഭഗവാൻ സാധിക്കും. ഗണപതി ഭഗവാൻ ഒന്ന് മനസ്സ് തുറന്ന, അല്ലെ കണ്ണു തുറന്ന് നടക്കാത്തതായിട്ടൊന്നും തന്നെ ഇല്ല. ഈ പറഞ്ഞ 3 ഭഗവാന്മാരും അതിശക്തിവാന്മാരായിട്ടുള്ള ഭഗവാന്മാരാണ് 3 പേരും. ഹനുമാൻ സ്വാമി ആയാലും മഹാദേവനായാലും ഗണപതി ആയാലും ഇവരുടെയൊക്കെ ശക്തി കൂടിയ മന്ത്രങ്ങളൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്. ഇതും കൂടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി ദിവസം 3 പേരുടെയും ജപിച്ച് മുന്നോട്ട് പോവുക. 3 പേർക്കും രാവിലെയാണ് ഉത്തമമായിട്ട് പറയുന്നത്. നമുക്ക് ഉച്ചയ്ക്ക് പാടില്ല, വൈകുന്നേരം ആവാം. 11 മണിക്ക് ആകും, രാവിലെ 5 മണിക്ക് ശേഷം 11 മണിക്കകം എപ്പോൾ വേണമെങ്കിലും നമുക്ക് ജപിക്കാം. വൈകുന്നേരം ആയാലും നമുക്കൊരു 5 മണിക്ക് ശേഷം 8 മണിക്കകം എപ്പോൾ വേണമെങ്കിലും ജപിക്കാം. 8 മണി കഴിഞ്ഞിട്ട് ജപിക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പം ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം. ഇത്രയും പെട്ടെന്ന് ദുരിതങ്ങൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിർത്തുന്നു. നന്ദി, നമസ്കാരം.